ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ശർക്കര അടപ്പായസം ഉണ്ടാക്കുകയാണ്. അമ്മയാണ് ഉണ്ടാക്കുന്നത്, അനീഷേട്ടൻ്റെ അമ്മയാണ് ഇത്. ആവശ്യമായ സാധനങ്ങൾ: അട, കശുവണ്ടി, ഉണക്കമുന്തിരി, പിന്നെ തേങ്ങാപ്പാൽ, ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഉണ്ട്. പിന്നെ ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കപ്പൊടി. ആദ്യമേ നമ്മൾ അട വേവിച്ചു. എല്ലാം അടുപ്പിലാണ് ചെയ്യുന്നത്. അട വേവിച്ചു. അതിനുശേഷം കുറച്ച് നെയ്യ് ഉരുളിയിൽ ഒഴിച്ചിട്ട് അതിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് മൂത്ത് അത് നമ്മൾ മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റി. അതിനുശേഷം കശുവണ്ടി ഇട്ടു. കശുവണ്ടി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ മൂപ്പിക്കുക. അതിനുശേഷം ഉണക്കമുന്തിരി ഇട്ടു. ഉണക്കമുന്തിരി അതുപോലെ ഒന്ന് വീർത്ത് വരുമ്പോഴത്തേന് അതും അടുത്ത പാത്രത്തിലേക്ക് മാറ്റുക. തേങ്ങാക്കൊത്തും കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്ത കോരിയ ആ നെയ്യിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ച അടയിട്ടു. ഒന്ന് വഴറ്റി ആ നെയ്യിൽ അടയൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുക. ശർക്കരപ്പാനി അടയും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതുവരെ നമ്മൾ വഴറ്റിയിരിക്കണം. ഇത്രയും ക്വാണ്ടിറ്റി അടപ്രഥമൻ ഉണ്ടാക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മകൾ നൈനികയുടെ പിറന്നാളിന് വേണ്ടിയാണ്. പിന്നെ അമ്മയാണ് അടപ്രഥമൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അപ്പം അമ്മ രാവിലെ തുടങ്ങിയ പ്രിപ്പറേഷനാണ്. ചേച്ചിയുടെ വീട് കരുനാഗപ്പള്ളിയിലാണ്. അപ്പം അവിടെ വരെ കൊണ്ടുപോകണം. അപ്പം അതിന് ഞങ്ങൾ രാവിലെ തുടങ്ങി കേട്ടോ. ഇപ്പം ശർക്കരപ്പാനിയിൽ അടയൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ജസ്റ്റ് അടുപ്പൊന്ന് മാറ്റേണ്ടി വന്നു. വെളിയിലേക്ക് മാറ്റി. കാരണം വലിയ പാത്രം നമുക്ക് അടുപ്പിലോട്ട് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെളിയിലേക്ക് മാറ്റി. അതിനുശേഷം തിളച്ച് വന്നതിൽ രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചു. തേങ്ങാപ്പാലിൽ ഇനി അടയും ശർക്കരയും ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേന് നമ്മൾ തീ ചെറുതായിട്ടൊന്ന് കുറച്ചു. തീ കുറച്ചതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ പൊടി ഇട്ടു. ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, ചുക്കുപൊടി എന്നിവ ഇട്ട് പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കുറച്ച് നെയ്യോടെ ഒഴിച്ച് നമ്മുടെ അടപ്രഥമൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും വീടുകളിലൊന്ന് ഇത് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും അറിയാം, എങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ കൂടെ പറയണം കേട്ടോ. പിന്നെ അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.